കുറച്ചു കാലങ്ങളായി നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റാണ് സാന്ത്വനം സീരിയൽ ഒന്ന് അനലൈസ് ചെയ്യുമോ എന്നത്. സീരിയലുകൾക്ക് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാകും. അവർ നമ്മുടെ വീഡിയോസ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു വീഡിയോ എന്ന ചിന്തയിലായിരുന്നു ഇത്രയും കാലം. എന്നിരുന്നാലും പലരും അയച്ചു തന്ന കഥാസംഗ്രഹവും ടോക്സിക് കലിപ്പൻ കാന്താരി സ്റ്റേറ്റസുകളും കണ്ടപ്പോൾ സീരിയലിന്റെ പ്രൊമോകളിലൂടെ ഒരു ചെറിയ യാത്രയങ്ങ് നടത്താൻ തീരുമാനിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ സീരിയലിന്റെ റേഞ്ച് നമ്മൾ ഉദ്ദേശിച്ചതിലും എത്രയോ മുകളിലാണെന്ന്. കൗമാരക്കാരും യുവതി യുവാക്കളും അടങ്ങുന്ന വലിയൊരു ഫാൻ ബേസ് ഈ സീരിയലിനുണ്ട്. എന്തായാലും പ്രൊമോ കണ്ടു. അപ്പോൾ പിന്നെ ഫാൻസിന്റെ കമന്റുകളും കൂടി നോക്കിക്കളയാമെന്ന് വെച്ച് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടി. മൊത്തം ശിവാഞ്ജലി ഫാൻസ് ആണ്. കലിപ്പനാണേലും എന്ത് സ്നേഹമാണ് ശിവേട്ടന് അഞ്ജലിയോട്. ശിവേട്ടനെ പോലൊരു ഭർത്താവിന് ഏത് പെണ്ണും കൊതിക്കും. ശിവേട്ടൻ മാസാണ്. എന്തൊരു കെയറിംഗ് ആണ് ശിവേട്ടന്. അഞ്ജലി പാവമാണ്. അഞ്ജലി ഇനിയും ഉപദ്രവിക്കരുതേ ശിവേട്ട. അങ്ങനെ പോകുന്നു കമന്റുകൾ. പിന്നീട് ആരാണ് ഈ ശിവേട്ടനും അഞ്ജലിയും എന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ. ഒടുവിൽ പിടികിട്ടി. പ്രൊമോകളിലുടനീളം കട്ടിലിന് താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് കടന്നുറങ്ങുന്നവനാണ് നമ്മുടെ സ്വന്തം മാസ് കലിപ്പൻ ശിവൻ. സാരിയുടുത്ത് കട്ടിലിന് മുകളിലിരുന്ന് കുലസ്ത്രീ കോഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നയാളാണ് അഞ്ജലി. കുടുംബത്തിന്റെ ഐക്യം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടി ഇവർക്കുണ്ട്. ഏട്ടത്തിയമ്മ ഇത് കൂടാതെ ത്യാഗം, സഹനം എന്നീ വിഷയങ്ങളിൽ PhD എടുത്തിട്ടുള്ളതും എങ്ങനെ കുലസ്ത്രീ ആകാം എന്ന വിഷയത്തെക്കുറിച്ച് സ്വന്തം ജീവിത പരിസരത്തെ ആസ്പദമാക്കി ക്ലാസുകൾ എടുക്കുന്നവരും കൂടിയാണ്. കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താൻ അവർ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിന്റെ അനിയന്മാരെ നോക്കാൻ വേണ്ടി പ്രസവിക്കാതിരിക്കുക എന്ന തീരുമാനം കുടുംബത്തിലെ മൂത്ത മരുമകൾ എടുക്കുക എന്നതാണ്. രണ്ടാമത്തേത്, അനിയന്മാരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കരുത് എന്നതാണ്. ജീവിതം എങ്ങനെ ജീവിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ അവർ ഏട്ടത്തിയമ്മയുടെയും ഏട്ടന്റെയും മുഖത്തേക്ക് നോക്കണം. ആര് കെട്ടണമെന്ന് അവർ നറുക്കിട്ട് തീരുമാനിക്കും. നറുക്കിട്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന ചെക്കനെ കെട്ടാൻ തയ്യാറാകുന്ന പെണ്ണാണ് യഥാർത്ഥ പെണ്ണ്. കുറച്ചു കാലം കലിപ്പനും കാന്താരിയും കളിക്കുമ്പോൾ സ്നേഹമൊക്കെ താനേ വന്നോളും. കുടുംബത്തിന്റെ ഐക്യത്തിനു വേണ്ടി നിർബന്ധിച്ച് ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി മുഖ്യമാണ്. വീട്ടിലേക്ക് വരുന്ന പെണ്ണുങ്ങൾ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, സ്വകാര്യത എന്നിവയെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ് മൂന്നാമത്തെ കാര്യം. കുടുംബിനിയാകാൻ വേണ്ടിയാണ് അവർ ജനിച്ചത്. ആ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും ദിവസത്തിൽ ഒരു തവണ പോലും തലയിലേക്ക് വരാത്ത പെണ്ണുങ്ങളെ നന്നായി പുകഴ്ത്തുക. ഇടയ്ക്കെങ്കിലും ഇത്തരം ചിന്തകൾ തലയിലെത്തി നോക്കുന്ന പെണ്ണിനെ അഹങ്കാരി, മണ്ടത്തി എന്നിങ്ങനെ ലേബൽ ചെയ്ത് കൊച്ചാക്കാനും അവൾ അത് പേടിച്ച് കുലസ്ത്രീ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അഭിനന്ദിക്കാനും മറക്കാതിരിക്കുക. ഈ സീരിയൽ പ്രകാരം എന്താണ് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം എന്നത്? ഭർത്താവിന്റെ കുടുംബത്തിന്റെ യശസ്സിന്റെ ദീപശിഖ കയ്യിലേന്തി സ്വന്തം കുടുംബത്തെ മറന്ന് സാരിയെടുത്ത് തെക്ക് വടക്ക് നടക്കുന്നത്. ഭർത്താവ് കുറെ കലിപ്പത്തരത്തിന്റെ ഇടയിൽ കാട്ടുന്ന ഇത്തിരി സ്നേഹത്തിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നത്. സ്വന്തം കരിയർ, സ്വന്തം ബുദ്ധി, സ്വന്തം വിവരം എന്നിവയെക്കുറിച്ച് ഒരു തരി പോലും ചിന്തിക്കാതെ ഭർത്താവിന്റെ വീട്ടിലെ പാത്രം കഴുകുന്നത്. ഇതൊക്കെ പ്രണയത്തിന്റെയും കുറുമ്പിന്റെയും കലിപ്പൻ കാന്താരി ബന്ധത്തിന്റെയും അകമ്പടിയോടെ അവതരിപ്പിച്ചാൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കൗമാരക്കാരും യുവതി യുവാക്കളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടം ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് എന്നത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിലധികവും സ്ത്രീകൾ തന്നെയാണ് എന്നത് അതിലേറെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരോട് ഇത്രയും ടോക്സിക്കായ സംഭവങ്ങളുള്ള, അതിനെയൊക്കെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന ഒരു സീരിയൽ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു സീരിയൽ അല്ലേ, ജീവിതമല്ലല്ലോ, ഫണ്ണായി കണ്ടുകൂടെ എന്നായിരിക്കും ഉത്തരം. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഇഷ്ടപ്പെടാനും ഫണ്ണായി കാണാനും കഴിയണമെങ്കിൽ പിന്തിരിപ്പൻ ആശയങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അടുത്ത ചോദ്യം, ഇങ്ങനെയുള്ള സ്ത്രീ മാതൃകകളെ ഉണ്ടാക്കി വിടുന്നത് സമൂഹത്തെയും കുട്ടികളെയും ബാധിക്കില്ലേ എന്നതാണ്. സിനിമകളും സീരിയലുകളും സമൂഹത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുന്ന, ചിന്തിക്കുന്ന ചിലരുണ്ട്. അവരുടെ അറിവിലേക്കായി ഒരു കാര്യം പറയാം. ഇതാണ് സ്ത്രീ, ഇങ്ങനെയായിരിക്കണം സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി പൊതുബോധം വിട്ടുകൊടുക്കുന്ന വികലമായ സ്ത്രീ സങ്കല്പങ്ങൾ സ്ത്രീകളെ വരെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് സാന്ത്വനം പോലുള്ള സീരിയലുകളുടെ സ്ത്രീ പ്രേക്ഷകർ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന സ്കള്ളി എഫക്ട് എന്നൊരു പ്രതിഭാസമുണ്ട്. 1993 മുതൽ അമേരിക്കയിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ ഒരു സീരീസാണ് എക്സ് ഫയൽസ്. സിനിമകളിലും സീരിയലുകളിലും പൊതുവെ സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിക്കാറുള്ളതെന്ന് നമുക്കറിയാം. ഒന്നുകിൽ നായകന്റെ പ്രണയിനിയായി, അതല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ആണെങ്കിൽ നായകൻ എത്ര സ്മാർട്ടാണെന്ന് കാണിക്കാൻ ബുദ്ധി കുറഞ്ഞ കൂടെയുള്ള കഥാപാത്രമായി, അതുമല്ലെങ്കിൽ ഒരു ഐക്യാൻഡിയായി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന അഹങ്കാരിയായ ഭാര്യയായി. അതായത് ഇമോഷണലി അത്ര സ്ട്രോങ് അല്ലാത്ത, ലോജിക്കലി ചിന്തിക്കാൻ കഴിയാത്ത, ആരുടെയെങ്കിലും സപ്പോർട്ട് തേടുന്ന കഥാപാത്രങ്ങളായി. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് ഈ ഫീൽഡുകളെ ചുരുക്കി സ്റ്റെം ഫീൽഡ് എന്നാണ് പറയുക. ഈ ഫീൽഡിൽ ജോലി ചെയ്യാൻ പൊതുവെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രീയ ചിന്തയും വൈകാരിക സ്ഥിരതയും നിശ്ചയദാർഢ്യവും വേണം.
കൂടാതെ കരിയർ ഓറിയന്റഡും ഇൻഡിപെൻഡന്റും ആയിരിക്കണം. അതായത് സീരിയലുകളും സിനിമകളും തുടരെ തുടരെ സ്ത്രീകളെ കുറിച്ച് കൊടുക്കുന്ന ഒരു ഇമേജ് അവർക്ക് ഇതൊന്നും സാധിക്കില്ല എന്നതാണ്. സമൂഹത്തിൽ ഓൾറെഡി നിലനിൽക്കുന്ന ചിന്തയും ഇതുപോലുള്ള സീരിയലുകളും കണ്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. പൊതുബോധത്തിന്റെ ഈ തെറ്റായ സ്ത്രീ സങ്കല്പം കണ്ടു വളരുന്ന സ്ത്രീകൾ പോലും കരുതും ഇതാണ് യഥാർത്ഥ സ്ത്രീ എന്ന്. എന്നാൽ എക്സ് ഫയൽസ് എന്ന സീരീസിലെ ഡാന സ്കള്ളി എന്ന കേന്ദ്ര കഥാപാത്രം പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ശാസ്ത്രീയമായി ചിന്തിക്കാൻ കഴിയുന്ന, യുക്തിയുള്ള, ഇമോഷണലി സ്ട്രോങ് ആയ ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് കേസുകൾ സോൾവ് ചെയ്യുന്ന ഒരു കഥാപാത്രം. ഈ ഒരു സീരീസ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പൊതുവെ ഒരു പറച്ചിലുണ്ടായിരുന്നു സ്കള്ളിയുടെ കഥാപാത്രത്തിൽ നിന്നും ഇൻസ്പയർഡായി കുറേയധികം പെൺകുട്ടികൾ സ്റ്റെം ഫീൽഡിൽ എത്തിയെന്ന്. ഒടുക്കം ഒരു ഏജൻസി ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. അതായത് സ്റ്റെം ഫീൽഡിൽ എത്തിയ സ്ത്രീകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സീരീസ് കണ്ട നല്ലൊരു ശതമാനം സ്ത്രീകളും പറഞ്ഞത് ആ ഒരു കഥാപാത്രമാണ് സ്റ്റെം ഫീൽഡിൽ എത്താൻ അവർക്ക് പ്രചോദനം നൽകിയത് എന്നാണ്. മാത്രമല്ല ഈ സീരീസ് കണ്ട രക്ഷിതാക്കളും പെൺകുട്ടികളുടെ കരിയറിനെ കുറിച്ചും കഴിവുകളെക്കുറിച്ചും മാറി ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് അവർ സ്കള്ളി എഫക്റ്റ് എന്ന് വിളിച്ചത്. നമ്മൾ സാമൂഹ്യ ജീവികളാണ്, നമുക്ക് ചില മാതൃകകൾ ആവശ്യമാണ്. നിരന്തരമായി തെറ്റായ മാതൃകയാണ് സ്ത്രീകൾ അവരെക്കുറിച്ച് കാണുന്നതെങ്കിൽ അവർ അവരെ തന്നെ മനസ്സിലാക്കുന്നത് വികലമായ രീതിയിലായിരിക്കും. സ്കള്ളി എന്ന കഥാപാത്രത്തിന് അനേകം പെൺകുട്ടികളെ സ്റ്റെം ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അഞ്ജലി എന്ന കഥാപാത്രത്തിന് അനേകം പെൺകുട്ടികളെ കലിപ്പന്റെ വീട്ടിനകത്ത് തളച്ചിടാനും കഴിയും. അതുപോലെ മാറി ചിന്തിക്കുന്ന പെൺകുട്ടികളെ അഹങ്കാരികളായും ധിക്കാരികളായും രക്ഷിതാക്കളെ കൊണ്ട് മുദ്ര കുത്തിക്കാനും ഇതുപോലുള്ള സീരിയലുകൾക്ക് കഴിയും. വളർന്നു വരുന്ന തലമുറയെ ഇതുപോലുള്ള സീരിയലുകളിലെയും സിനിമകളിലെയും കഥാപാത്ര നിർമ്മിതികൾ സ്വാധീനിക്കില്ലേ? അതിനെക്കുറിച്ചും ഈ സീരിയലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.